സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. നാളെ 5 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. വടക്കൻ ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. പാർവതി സത്യദേവൻ ചേരുന്നു. പാർവതി, എന്താണ് സാഹചര്യം? സംസ്ഥാനത്ത് കൂടുതൽ ഇടങ്ങളിലേക്ക് അതിശക്തമായ മഴയാണോ അനുഭവപ്പെടാൻ പോകുന്നത്? അതാണ് സജിത്ത്, കാലവർഷം ശക്തി പ്രാപിക്കുകയാണ്. ഏറ്റവും പുതിയ അലേർട്ട് പ്രകാരം ഇന്ന് നാളെ 5 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. വടക്കൻ ജില്ലകളിലാണ് റെഡ് അലേർട്ട് മുന്നറിയിപ്പുള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് നാളെ തീവ്രമഴ മുന്നറിയിപ്പ് ഉള്ളത്. ഒപ്പം യെല്ലോ അലേർട്ട് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലുമുണ്ട്. അതായത് നാളെ സംസ്ഥാനത്ത് അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. നമുക്ക് കോഴിക്കോട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് ഇന്ന് പെയ്യുന്നത്. രാവിലെ മുതൽ തന്നെ വിവിധയിടങ്ങളിൽ മലയോര മേഖലയിലടക്കം ശക്തമായ മഴയും നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. റവന്യൂ വിഭാഗം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ വിവിധയിടങ്ങളിൽ തുറന്നിട്ടുണ്ട്. 1070, 1077 എന്നീ നമ്പറുകളിൽ ജനങ്ങൾക്ക് സഹായത്തിനായി ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മറ്റന്നാളും റെഡ് അലേർട്ട് മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ്. മറ്റന്നാളും വടക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ തന്നെയാണ് റെഡ് അലേർട്ട് മുന്നറിയിപ്പുള്ളത്. ഈ ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഈ മാസം 8-ാം തീയതി വരെ, ജൂൺ 8 വരെ ശക്തമായ മഴ തന്നെയാകും സംസ്ഥാനത്തുണ്ടാകുക. ഒപ്പം കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും ഈ 8-ാം തീയതി വരെ വിലക്ക് തുടരും. സജിത്ത്, കോട്ടയത്ത് കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. അമ്മഞ്ചേരി നാൽപ്പാത്തി മലയിലായിരുന്നു സംഭവം. പ്രദേശവാസിയായ ബിനോയ് മാത്യുവിന്റെ വീടാണ് തകർന്നത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയായിരുന്നു സംഭവം. ബിനോയ്ക്കും ഭാര്യയ്ക്കും 2 മക്കൾക്കും പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരം. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ എറണാകുളം ജില്ലയുടെ പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. തൃപ്പൂണിത്തുറ ഇടമ്പാടത്ത് 22ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിന്റെ പിടിയിലാണ്. ഹൈക്കോടതി ഇടപെടലിലൂടെ സ്ഥാപിച്ച മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള മാർഗങ്ങൾ പോലും ചില സ്വകാര്യ വ്യക്തി